ഹലോ മക്കളെ, അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ ഫൈനൽ അല്ലെങ്കിൽ നമ്മുടെ ആനുവൽ എക്സാമിലേക്ക് നമ്മളിനി കടക്കാൻ പോവാണ് അല്ലേ. ഇതുവരെ നമ്മൾ ഒത്തിരി ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ ഒത്തിരി എക്സാംസ് നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ പലർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും, ഈ ഫൈനൽ എക്സാമിൽ നമ്മൾ എക്സാം ഹാളിൽ പോകുന്ന സമയത്ത് എല്ലാതും പഠിച്ചു തീർക്കാനായിട്ട് പറ്റുമോ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയിലുണ്ടാകുമോ, അല്ലെങ്കിൽ ഈ എക്സാം ഒക്കെ എഴുതുന്നതിന് മുന്നേ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ റിവിഷനും എനിക്ക് കഴിക്കാനായിട്ട് പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ മിസ് ഇത് എല്ലാവരുടെ അടുത്തും പറയാണ്, ആരും ഒരു ടെൻഷനും വിചാരിക്കേണ്ട. നിങ്ങളുടെ ആ ടെൻഷൻസ് ഒക്കെ മാറ്റി വെച്ചേക്ക്. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഫുൾ എക്സാമിനറിൽ എല്ലാ കംപ്ലീറ്റ് ടീച്ചേഴ്സും നമ്മുടെ ഫുൾ ടീം തന്നെ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഒരു ടെൻഷനും വേണ്ട. അടിപൊളിയായിട്ട് എല്ലാ ദിവസവും നടക്കുന്ന നമ്മുടെ ലൈവുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതി, നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം നാളെ അതായത് 5-ാം തീയതി മുതലാണ് നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 5-ാം തീയതി മുതൽ നമുക്ക് ലാംഗ്വേജ് സബ്ജക്റ്റുകൾ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ലാംഗ്വേജ് സബ്ജക്റ്റുകൾ എന്ത് ചെയ്യുമെന്നൊന്ന് ആലോചിച്ചിട്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഓരോരോ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യേണ്ടത്, ഇതൊന്നും ആലോചിച്ചിട്ട് ഒരു ടെൻഷനും വേണ്ട. കാരണം നമ്മുടെ ലാംഗ്വേജ് സബ്ജക്റ്റുകളൊക്കെ നോക്കാനായിട്ട് നമ്മുടെ എക്സാം വിന്നറിൽ ഒരു ടീം തന്നെയുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് നിങ്ങളുടെ കൂടെ ഉള്ളിടത്തോളം കാലം ഒരു ടെൻഷനും വേണ്ട. അവർ പറഞ്ഞുതരും ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ടോപ്പിക്സ്, എല്ലാതും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞുതരും. അപ്പോൾ എക്സാം ഹാളിലേക്ക് എൻ്റെ കുട്ടികൾ പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് മോർണിംഗിൽ ബൂസ്റ്റർ റിവിഷനും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഒരു ടെൻഷനും വേണ്ട. അടിപൊളിയായിരിക്കും എക്സാം. എല്ലാവർക്കും നന്നായിട്ട് തന്നെ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. ഓക്കെ, ഇതുവരെ ഞങ്ങളുടെ ജേണിയിൽ നമ്മുടെ എക്സാമിൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഫുൾ സപ്പോർട്ട് തന്നെ ഇതുവരെ നമ്മുടെ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ജേണിയിൽ എത്രത്തോളം റോളാണ് നമ്മുടെ എക്സാമിനർ വഹിച്ചിട്ടുള്ളത്, അതേപോലെ തന്നെയായിരിക്കും ഇനിയുള്ള നിങ്ങളുടെ ജേണിയിലും നമ്മൾ കൂടെ തന്നെ ഉണ്ടായിരിക്കും. നമ്മുടെ കുട്ടികളുടെ ആ ഒരു സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനിയും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തതുകൊണ്ട് നമ്മുടെ എക്സാമിൻ്റെ ഫാമിലി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. നാളെ മുതലുള്ള എക്സാംസ് എല്ലാവരും നന്നായിട്ട് എഴുതുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.